എല്ലാവർക്കും നമസ്കാരം. ദീപ്തസ്മരണകളുടെ 22-ാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയുന്നത് ഞങ്ങളുടെ നാട്ടിലെ ഒരു അരയാലിനെ കുറിച്ചാണ്. അരയാൽ നിന്നിരുന്നത് എൻ്റെ വീടിൻ്റെ തെക്ക് കിഴക്കേ മൂലയിലാണ്. അതിന് താഴെ ഒരു വലിയ കുടിപ്പള്ളിക്കൂടെ ഷെഡ് ഉണ്ടായിരുന്നു. ഇങ്ങനെ എയുടെ ആകൃതിയിലുള്ള ഷെഡ്. 100 കുട്ടികൾക്കെങ്കിലും ഇരിക്കാവുന്ന രീതിയിലായിരുന്നു അതിൻ്റെ വിന്യാസം. ഈ അരയാൽ ഞങ്ങളുടെ നാട്ടുകാരുടെ ഒരു ആരാധനാ കേന്ദ്രമായി മാറി. അവിടെ എൻ്റെ അമ്മമ്മ കല്യാണിയും ആശാൻ്റെ അമ്മ മാണിയും കുത്തുവിളക്ക് അതിൽ തറച്ച് എല്ലാ ദിവസവും എണ്ണയൊഴിച്ച് കത്തിച്ച് പ്രാർത്ഥിച്ചിരുന്നു. ഞങ്ങൾ കുട്ടികൾക്കൊക്കെ അത് വലിയ കൗതുകമായിരുന്നു. വെള്ളിയാഴ്ചകളിൽ, എല്ലാ വെള്ളിയാഴ്ചകളിലുമല്ല, ചില വെള്ളിയാഴ്ചകളിൽ മേശവയ്പ്പ് എന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. മേശ വയ്ക്കുക എന്ന് പറഞ്ഞാൽ മേശ കൊണ്ടുവന്ന് വയ്ക്കുന്നു എന്നല്ല, കുറേ അധികം ആഹാര സാധനങ്ങളും കൊണ്ടുവന്ന് വയ്ക്കും. എന്നിട്ട് ആർപ്പും കുരവയും എല്ലാം ഇടുമ്പോൾ ആളുകളൊക്കെ വരും. അവർക്ക് ഈ ആഹാര സാധനങ്ങളൊക്കെ അവരുടെ പ്രാർത്ഥനയ്ക്ക് ശേഷം എടുത്തു കൊടുക്കും. ചിലർ അവിടെ വയ്ക്കുന്നത് കള്ളും പിന്നെ ഇറച്ചിയൊക്കെ ഉണ്ടാവും, അതുമൊക്കെ അവിടെ വയ്ക്കും. കുട്ടികളായ ഞങ്ങൾ അരയാൽ ചുവട്ടിൽ ചെന്നാൽ ഞങ്ങൾക്ക് പുട്ട്, അതുപോലെ തന്നെ ഇറച്ചി കഷ്ണങ്ങൾ, ഇതെല്ലാം കിട്ടും. ഞങ്ങളത് കഴിക്കും. ഞങ്ങൾ സന്തോഷമാണ്. ചെറുപ്പക്കാരായുള്ള ആളുകൾ, അന്നത്തെ യുവാക്കൾ, കള്ളെടുത്ത് കുടിച്ച് ഒരു പാട്ടൊക്കെ പാടി അവിടെ നിന്ന് പോവുകയും ചെയ്യും. അപ്പോൾ ഈ അരയാൽ ഞങ്ങളുടെ ജന്മിക്ക് എന്ന് പറയാമെന്ന് പറഞ്ഞുകൂടാ, ജന്മിക്ക് വലിയൊരു പ്രയാസമായി. അതവിടെ നിൽക്കുമ്പോൾ അത് പിന്നീട് ദേവാലയമായി മാറിയാൽ അത്രയും ഭൂമി പോകുമല്ലോ എന്നാണ് അദ്ദേഹം വെച്ചത്. ജന്മിയുടെ പേര് ഇന്ദിരാഭായി എന്നാണ്. അവരുടെ സഹോദരൻ്റെ പേര് രാമചന്ദ്ര കമ്മത്തി എന്നാണ്. ഇവർ രണ്ടുപേരും ഗൗഡ സാരസ്വത ബ്രാഹ്മണരാണ്. അവർക്ക് തൊറൂർ തിരുമല ദേവസ്ഥയിൽ നിന്ന് കിട്ടിയ ഭൂമിയാണ് ഇത്. ആ ഭൂമിയിൽ അവർ കുടികിടപ്പുകാരെ താമസിപ്പിച്ചു. ആ കൂട്ടത്തിൽ ഞങ്ങളുടെ അപ്പനും അവിടെ കുടികിടപ്പുകാരനായി. ഇപ്പം എപ്പോഴും വളരെ പ്രയാസമാണ് ഇദ്ദേഹത്തിന്. ഈ അരയാലിൻ്റെ ചുവട്ടിൽ ഇങ്ങനെയൊക്കെ നടന്നാൽ ഇനി എന്ത് സംഭവിക്കും എന്നാണ് അദ്ദേഹം ആലോചിച്ചത്. ഏതായാലും 1954 അതിലെ കൂടി റോഡ് വരുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നു. KRUരിമയായിരുന്നു അതിൻ്റെ പിന്നിൽ. അത് പൊന്നാമളി, അത് ഏകദേശം 4.5 കിലോമീറ്റർ കിഴക്ക് നാഷണൽ ഹൈവേ 60, ഇന്നത്തെ 66, അന്നത്തെ 47, അന്നും നേരെ പടിഞ്ഞാട്ട് വന്ന് അന്ധകാരഴി സ്പിൽവേയിൽ വന്ന് ചേരുന്ന ഒരു പാലമാണ്, ഒരു റോഡാണ് പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ ആ റോഡ് വന്നപ്പോൾ റോഡിൻ്റെ തെക്കേ ഈ സ്ഥലത്തിൻ്റെ ഈ പുരയിടത്തിൻ്റെ തെക്കേ അതിര് ചേർത്ത നമ്മുടെ ജന്മി റോഡിന് ഫ്രീ ആയിട്ട് സ്ഥലം കൊടുത്തു. അങ്ങനെ കൊടുത്തപ്പോൾ റോഡിൻ്റെ നടുക്കായിപ്പോയി ഈ അരയാൽ. അത് അന്നത്തെ അവിടുത്തെ ഭക്തന്മാരെയെല്ലാം ചൊടിപ്പിച്ചു. അത് അരയാൽ അങ്ങനെ വെട്ടിക്കളയാനൊന്നും സമ്മതിക്കുകയില്ല എന്ന രീതിയിൽ ഒരു ചെറിയ സംഘർഷമൊക്കെ ഉണ്ടാകത്തക്ക രീതിയിൽ ആളുകൾ ഒത്തുകൂടി. പക്ഷെ അവർക്ക് സംഘടനാ മികവില്ല. അതുകൊണ്ട് എന്ത് പറ്റി, ഇത് വെട്ടുമെന്ന് തന്നെ വന്നു. അപ്പോൾ അതിന് ആളുകളെന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചെന്നാൽ, ഈ വെട്ടുന്നയാളിൻ്റെ തലതെറിച്ച് പോകും, ഈ വെട്ടുന്നയാൾ രോഗിയായി മാറും എന്നെല്ലാം പറഞ്ഞിങ്ങനെ ഒരു കരക്കമ്പിയൊക്കെ അടിച്ചു വിട്ടു. ഇതിൽ ഗന്ധർവനുണ്ട്, യക്ഷിയുണ്ട്, അവരൊന്നും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയില്ല എന്നെല്ലാം പറഞ്ഞ് വളരെ വലിയ ഒരു ഒച്ചപ്പാടും ബഹളവും ഒക്കെ ഞങ്ങളുടെ നാട്ടിലുണ്ടായി. ഏതായാലും ഒരു ദിവസം രാമേന്ദ്ര കമ്മത്തി എവിടുന്നോ മരം വെട്ടുകാർ അവരെ കൊണ്ടുവന്ന് രാത്രിയിൽ എവിടെയോ താമസിച്ചിട്ട് അതിരാവിലെ ഏകദേശം ഒരു 5 മണിയോടുകൂടി അവരിങ്ങോട്ട് വന്ന്
അരയാൽ വെട്ടി. ശബ്ദം കേട്ടൊക്കെ ചിലർക്ക് വന്നെങ്കിലും ഒന്നും സംഭവിച്ചില്ല. അരയാൽ വെട്ടി. ആദ്യം കമ്പുകളൊക്കെയാണ് ഇറക്കിയത്. അതിനുശേഷം അരയാൽ വെട്ടി താഴെ ഇട്ടിട്ട് അവർ സ്ഥലം വിട്ടു. 7 മണിയായപ്പോൾ അരയാൽ താഴെ വീണ് കിടക്കുന്നു. ആളുകളൊക്കെ വന്ന് വളരെ ഭക്തിയോടുകൂടി ഇങ്ങനെ തൊഴുതു പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അതിലൊരാൾ നിന്ന് ഒച്ചത്തിൽ പറയുക, ആളാരാണ് എന്ന് എനിക്ക് വ്യക്തമായിട്ട് ഓർക്കാൻ കഴിയുന്നില്ല. അയാൾ പറയുകയാണ്, ഇതിൻ്റെ തൊലിയെടുത്ത് നമ്മൾ എണ്ണയിൽ കാച്ചി തലയിൽ തേക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ രോഗങ്ങളെല്ലാം മാറും എന്ന് ആരോ ഒരാൾ പറഞ്ഞു. പറഞ്ഞത് കേട്ട പാതി കേൾക്കാത്ത പാതി ആളുകളെല്ലാം അതിൻ്റെ തൊലി വരെ അരിഞ്ഞെടുത്ത് കൊണ്ടുപോയി. കുറേയധികം കൂടുതലും കൊണ്ടുപോയി. പിന്നെയും കമ്പുകൾ അവിടെ കിടന്നു. കമ്പുകൾ അവിടെ കിടന്ന ഇത് ഒരു പൊതുശല്യമായി. അതൊരു വഴിയും കൂടിയാണ്. പൊതുശല്യമായപ്പോൾ പിന്നെ ഞങ്ങൾ അയൽവക്കക്കാരൊക്കെ കൂടി അതിൻ്റെ കമ്പുകൾ ഞറുക്കി അവിടെ ഇവിടെയൊക്കെ കൊണ്ട് ഇട്ടു. അപ്പോൾ വഴി പൂർണ്ണമായി. അപ്പോൾ ഈ ആലിൽ ഇരുന്ന ദേവന്മാരെന്ത് ചെയ്തു, അല്ലെങ്കിൽ ഗന്ധർവന്മാരെന്ത് ചെയ്തു, യക്ഷിവ എന്ത് ചെയ്തു എന്നുള്ളൊരു പ്രശ്നമായി. അങ്ങനെ പ്രശ്നമായപ്പോൾ ആളുകൾ ചേർന്ന് ഒരു ചെറിയ സംഘം പോലെ രൂപീകരിച്ചിട്ട് എന്താണ് അവർക്ക് സംഭവിച്ചതെന്ന് അന്വേഷിക്കണം എന്ന് ഓരോരുത്തരും വിചാരിച്ചു. എന്നിട്ട് ഒരു പ്രശ്നക്കാരനെ കൊണ്ടുവന്നു, ജ്യോത്സ്യൻ ഇതെല്ലാം കവടിയെല്ലാം നിരത്തി. അതെല്ലാം കുടിപ്പള്ളിക്കൂടത്തിലാണ് നടക്കുന്നത്. കവടിയെല്ലാം നിരത്തിയിട്ട് ജ്യോത്സ്യൻ പറഞ്ഞു, ഇവിടെ ഇരുന്ന ഗന്ധർവന്മാരും യക്ഷിയുമെല്ലാം സുരക്ഷിതരാണ്. അവരിപ്പോൾ കണ്ടാകർണ ക്ഷേത്രത്തിൻ്റെ മുന്നിലുള്ള അരയാലിൽ പോയിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അതോടെ എല്ലാവർക്കും സന്തോഷമാവുകയും അവർ പിരിഞ്ഞു പോവുകയും ചെയ്തു. കുറച്ച് നാൾ കൂടി കഴിഞ്ഞു. ഈ അരയാൽ അതിൻ്റെ കുറ്റി അവിടെ നിൽക്കുകയാണ്. ആളുകൾ കമ്പ് വരെ കൊണ്ടുപോയി. ഇലയൊന്നും ബാക്കിയില്ല. പിന്നെ ഉള്ളതിപ്പോൾ ഒരു കുറ്റി മാത്രമാണ്. ആ കുറ്റിക്കാകട്ടെ ഒരാൾ പിടിച്ചാൽ ഇങ്ങനെ അത്രയുള്ള വണ്ണമുണ്ട്. ഒരു ഒത്തയാൾ പിടിച്ചാൽ വണ്ണമുണ്ട്. അപ്പോൾ അത് കിഴക്ക് നിന്ന് റോഡിട്ട് ഇങ്ങനെ വരികയാണ്. മണ്ണ് ഇട്ട് നിവർത്തി ഇങ്ങനെ വരികയാണ്. അന്ന് അരയാലിൻ്റെ അവിടെ വന്നപ്പോൾ ആരോ ഒരാൾ പറഞ്ഞു, അയ്യോ അതിനെ തുടരുത് കേട്ടോ, അതിൽ ഗന്ധർവനി യക്ഷിയൊക്കെ ഉള്ളതാണ്. കേട്ടയാൾ സ്തംഭിച്ചവിടെ നിന്നുപോയി. അയാൾക്ക് എന്തോ ഒരു വല്ലായിക പോലെ, എന്തോ ഒരു പ്രയാസം പോലെ അങ്ങനെ നിന്ന് അയാൾ ഉരുണ്ട് താഴെ വീണു കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു, അയ്യോ ഗന്ധർവൻ തല്ലി എന്നാ തോന്നുന്നത് എന്ന് പറഞ്ഞു. ഏതായാലും അയാൾക്കൊന്നും സംഭവിച്ചില്ല. അയാൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ബോധക്കേടിൽ നിന്ന് എഴുന്നേറ്റ് പോവുകയും ചെയ്തു. പിന്നെയും കുറേ കാലം അവിടെ വരെ വന്ന് ഈ റോഡ് നിന്നു. കുറച്ച് നാൾ കൂടി കഴിഞ്ഞപ്പോൾ വേറെ ആരെയോ കോൺട്രാക്ടർ കൊണ്ടുവന്ന, അത് ഈ നാട്ടുകാരല്ല, വളരെ അകലെ നിന്നുള്ളവരാണ് കൊണ്ടുവന്ന് ഇതിൻ്റെ അടി മറിച്ച് ഇട്ടിട്ട് അത് അരികിലേക്ക് മാറ്റിയിട്ടു. അത് ഞങ്ങളുടെ വേലിയോട് ചേർന്ന് വളരെ കാലം കിടന്നിരുന്നു. ഇപ്പോൾ അതിലൂടെ വളരെ നല്ലൊരു റോഡാണ് പോകുന്നത്. ഈ അരയാൽ എന്ന് പറയുന്ന ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു ദൗർബല്യമാണ്. അത് എവിടെ നിൽക്കുന്നു അവിടെയെല്ലാം അതിൻ്റെ കമ്പുകളെല്ലാം ചുവന്ന തുണി, പലതരത്തിലുള്ള തുണികളെല്ലാം കെട്ടിത്തൂക്കുകയും അതിൻ്റെ താഴെ ഒരു വിളക്ക് വയ്ക്കുകയും ചെയ്യുന്ന പരിപാടി ഇപ്പോഴും ഞങ്ങളുടെ നാട്ടിലുണ്ട്. വടക്കേ പാലം എന്ന് വടക്കേ സ്പിൽവേയുടെ കിഴക്ക് വശത്ത് പുതിയ പാലത്തിനോട് ചേർന്ന് ഒരു അരയാലുണ്ട്. അതിലെല്ലാം നിറയെ തുണികളാണ്, ചുവന്ന തുണികൾ എല്ലാം കെട്ടിത്തൂക്കി അവിടെ ഒരു വിളക്കൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി അവിടെ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് കുറച്ചുകൂടി കിഴക്കോട്ട് ചെല്ലുമ്പോൾ ചെമ്പകശ്ശേരി എന്ന് പറയുന്നൊരു അമ്പലമുണ്ട്, നിലമുണ്ട്. ആ നിലത്തിൻ്റെ വടക്ക് കിഴക്കരികെ ചേർന്നൊരു പാലമുണ്ട്. ആ പാലത്തിനോട് ചേർന്ന് ഒരു അരയാലിങ്ങനെ പിടിച്ചു വന്നു. സാധാരണ ഈ കാക്ക എവിടെയോ പോയി ആലുംകായ തിന്നിട്ട് അവിടെ വന്നിരുന്ന് കാഷ്ടിച്ചത് കൊണ്ടായിരിക്കും ആ ആലവിടെ വളർന്നു വന്നത്. അപ്പോൾ ഞങ്ങളൊക്കെ പഠിക്കാൻ പോകുന്ന സ്ഥലത്തുനിന്ന് അവിടെ ആ ആലിനെ അങ്ങോട്ട് കണ്ടിട്ടില്ല. കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ആ ആല് മുളച്ച്
വലുതായി അപ്പോൾ ഇതേപോലെ ചുവന്ന തുണികളെല്ലാം അതിന്മേൽ കെട്ടിത്തുടങ്ങി. അതിൽ കാക്കവിളക്ക് കുത്തിയിട്ട് കത്തിക്കാൻ തുടങ്ങി. ചുരുക്കി പറയട്ടെ, ഇപ്പോഴവിടെ ഒരമ്പലമുണ്ട്. ചെമ്പകശ്ശേരി ചെമ്പകശ്ശേരി അമ്മ അല്ലെങ്കിൽ ചെമ്പകശ്ശേരി ഭദ്രകാളി എന്ന പേരിലാണ് ആ അമ്പലമുള്ളത്. അത് ദളിത് സഹോദരങ്ങളാണ് നടത്തുന്നത്. അതാണ് ഈ അരയാലിൻ്റെ കഥ. എവിടെയൊക്കെ അരയാലുണ്ടോ അവിടെയെല്ലാം ഇതുപോലുള്ള സംഭവങ്ങൾ തുടർച്ചയായിട്ടുണ്ടാകുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. നന്ദി, നമസ്കാരം.